الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي ثانيا بتقوى الله. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റമളാനിൻ്റെ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. നാം ചിന്തിക്കുന്നതിനും എത്രയോ വേഗതയിൽ തീർന്നു പോകുമ്പോൾ നാം നേടിയെടുക്കേണ്ട കർമ്മങ്ങളിൽ നമുക്ക് വേഗതയുണ്ടോ എന്നൊരാത്മപരിശോധന നമ്മിൽ നിന്നുണ്ടാകണം. ഇല്ലായെങ്കിൽ നാളെ പരലോകത്ത് നാം ഖേദിക്കേണ്ടി വരുമെന്നുള്ളത് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യമാണല്ലോ. മുൻഗാമികൾ റമളാനിൻ്റെ ഓരോ ദിവസവും ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും ആ ഒരു ദിവസം ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ അവർ സജ്ജമായിരുന്നു, അവർ തയ്യാറായിരുന്നു എന്നാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ എന്നും മങ്ങാത്തൊരു ഓർമ്മയാണ് ബദർ എന്നുള്ളത്. റമളാൻ 17 പ്രിയപ്പെട്ടവരെ, ഹിജ്റ 2-ാം വർഷം റമളാൻ 17 മദീനക്കും മക്കക്കും ഇടയിലുള്ള ബദർ എന്ന മണ്ണിൽ കൊടുമ്പിരി കൊണ്ട ഒരു യുദ്ധം. ആ യുദ്ധത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിൻ്റെ 13-ാമത്തെ വചനത്തിലൂടെ പ്രിയപ്പെട്ടവരെ ആ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ. ഖദ് കാന ലക്കും ആയത്തും ഫീ ഫിഅതൈനിൽ തഖതാ. അതേ ബദറിൽ ഏറ്റുമുട്ടിയ ആ 2 വിഭാഗങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ട്. ഒരു വിഭാഗം എങ്ങനെയാണ്? ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അടരാടി പോരാടുകയാണ്. എന്നാൽ മറുവിഭാഗമാകട്ടെ അവർ അവിശ്വാസത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, അഹങ്കാരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, വെറുപ്പിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ പോരാടിയത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിൻ്റെ അവസാനം എന്താ പ്രിയപ്പെട്ടവരെ? ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അതേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ സഹായം തുടരെ ഇറങ്ങിയ ആ ബദറിൻ്റെ ഓരോ ഓർമ്മപ്പെടുത്തലിലും ഓരോ ചരിത്രത്തിലും
വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലേ? എന്താണ് പ്രിയപ്പെട്ടവരെ ബദർ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ബദർ നടന്നത്? അല്ലേ? അധികാരത്തിന് വേണ്ടിയിട്ടാണോ? സമ്പത്തിന് വേണ്ടിയിട്ടാണോ? അപ്പം അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യപ്രബോധനവും പരസ്യപ്രബോധനവും ആരംഭിച്ചതിന് ശേഷം മക്കയിലെ ഖുറൈശികൾ വരുന്നുണ്ട്. മുഹമ്മദേ, നിനക്ക് സമ്പത്താണോ വേണ്ടത്? ഞങ്ങൾ തരാം. നിനക്ക് സമ്പത്താണോ വേണ്ടത്? ഞങ്ങൾ തരാം. നിനക്ക് അധികാരമാണോ വേണ്ടത്? അധികാരം ഞങ്ങൾ തരാം. നീ ഖുറൈശി കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയായൊരു പെണ്ണിനെയാണോ നിനക്ക് വേണ്ടത്? മുഹമ്മദേ, അതും ഞങ്ങൾ തരാം. നീ ഞങ്ങളുടെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്തത് ഇവിടെ പറയരുത്. ഞങ്ങളുടെ ഇണക്കം നീ ഇല്ലാതാക്കരുത്. നീ ഇത് നിർത്തണം. പ്രിയപ്പെട്ടവരെ, ഇതിനൊന്നും അള്ളാഹുവിൻ്റെ റസൂല് വഴങ്ങിയില്ലല്ലോ. കോടിക്കണക്കിന് സമ്പത്ത് നൽകാമെന്ന് പറഞ്ഞിട്ടും പ്രവാചകൻ വഴങ്ങിയില്ല. പിന്നെ എന്തിനാ ബദർ നടന്നത്? നമുക്കൊക്കെ മക്കളെ താരാട്ടുപാട്ട് പാടുന്ന ഒരു വാക്കുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ. ഇതിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ബദർ നടന്നത്. 40 വയസ്സ് മുതൽ 53-ാമത്തെ വയസ്സ് വരെ മക്കയിൽ കൊടിയ പീഡനം സഹിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ എന്തിനു നിന്നു എന്ന ചോദ്യത്തിന് ഇലാഹ ഇല്ലല്ലക്ക് വേണ്ടിയിട്ടായിരുന്നു. ഖബ്ബാബും ഹുബൈബും, പ്രിയപ്പെട്ടവരെ യാസറും ഉമൈറും ബിലാലും എന്തിനാണ് വേദന അനുഭവിച്ചത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലക്ക് വേണ്ടി മാത്രം. ഷഅബ് ത്വാലിബ് ആ താഴ്വരയിൽ അള്ളാഹുവിൻ്റെ റസൂൽ 1.5 വർഷക്കാലത്തോളമായിരുന്നു പച്ചിലകൾ കഴിച്ച് ജീവിച്ചത്. കാഷ്ടിക്കുന്ന കാഷ്ടം പോലും പച്ചക്കളറായിരുന്നുവെന്ന് ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ മഹാനായിട്ടുള്ള ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്നുണ്ടല്ലോ. മത്താ നസ്റുല്ലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, എപ്പോഴാണ് സഹായം? ശരീരത്തിൻ്റെ ഇറച്ചി വലിച്ചു കീറി പാർശ്വഭാഗങ്ങളിൽ വ്രണങ്ങളായിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അരികിൽ വരിക. മത്താ നസ്റുല്ലാ, റസൂലെ എപ്പോഴാണ് സഹായം? ഖബ്ബാബിനും ഹുബൈബിനും സുമയ്യക്കും യാസറിനും ബിലാലിനുമൊക്കെ എപ്പോഴാണെന്ന് ആശ്വസിക്കാനുള്ള വകയുള്ളത് പ്രവാചകരെ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. ഖബ്ബാബേ, വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുവോ? വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അത്രയും പ്രയാസം സഹിച്ചിട്ടുണ്ട്. ആ 13 വർഷക്കാലം അത്രയും ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഒരു നിലക്കും അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലാണ് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. നീണ്ട ചരിത്രമാണ്, അതിലേക്ക് കടക്കുന്നില്ല. മദീനയിലെത്തി അവിടെ അള്ളാഹുവിൻ്റെ റസൂല് പഠനത്തിനും പ്രവർത്തനത്തിനും പ്രബോധനത്തിനുമായി മുന്നേറുന്നൊരു സാഹചര്യം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു ഉംറ ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ഉംറ ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. ഉംറ ചെയ്യാൻ വേണ്ടി കടന്നു വന്ന സമയത്ത് അബൂജഹലും കൂട്ടരും പറഞ്ഞു, ഇവിടെ നിന്ന് പോയവർക്ക് സഅദേ, നീ അവിടെ അഭയം കൊടുത്തിരിക്കുകയാണോ? നീ അവിടെ താങ്ങാവുകയാണോ? നീ അവിടെ തണലാവുകയാണോ? വെറുതെ വിടില്ല. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഈ തുടരാൻ ആഗ്രഹിച്ച ഈ കർമ്മത്തെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ, ഷാമിൻ്റെ വഴിയിലൂടെ മദീന മണ്ണിലൂടെ മക്കയിലേക്ക് വരുന്ന ഒരു കച്ചവട ചരക്ക് പോലും മക്കയുടെ മണ്ണിലെത്തില്ല എന്ന വിശ്വാസത്തിൻ്റെ പിൻബലത്തിലുള്ള വാചകം പറഞ്ഞിട്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവർ ആ കർമ്മം പൂർത്തിയാക്കുന്നത്. ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് 6-7 സൈനിക നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ സൈനിക നീക്കങ്ങളുടെയൊക്കെ പര്യവസാനം എന്നുള്ളത് സമാധാന കരാറുകളിലൂടെ അത് പരിഹരിക്കപ്പെട്ടു. ബദർ എന്തിനാ നടന്നത്? അബൂ സുഫിയാനിൻ്റെ കച്ചവട സംഘം ഷാമിലേക്ക് പുറപ്പെടുകയാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം, ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അവരുടെ ഒരു പ്രധാന സാമ്പത്തിക സ്രോതസ് എന്നുള്ളത്, സാമ്പത്തിക മേഖല കണ്ടെത്തുക എന്നുള്ളത് കച്ചവടം തന്നെയായിരുന്നു. വ്യത്യസ്ത തരത്തിലുള്ള യാത്രകൾ ഉണ്ടായിരുന്നു അവർക്ക്. ശൈത്യകാലഘട്ടത്തിലും ഉഷ്ണകാലഘട്ടത്തിലുമൊക്കെയുള്ള യാത്രകൾ. അങ്ങനെ ഒരു യാത്ര ഷാമിലേക്ക് മക്കയിൽ നിന്ന് നേതൃത്വമാര കുതന്ത്രശാലിയായിട്ടുള്ള കുശാകര ബുദ്ധിക്കാരനായിട്ടുള്ള അബൂ സുഫിയാൻ നേതൃത്വത്തിൽ അങ്ങനെ പോവാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞു. അബൂ സുഫിയാനെ തടയണം. എന്തേ? ആയിരക്കണക്കിന് ദീനാറുകളുമായി, ഒട്ടകങ്ങളുമായി, 30-40 ആളുകളുമായി ഷാമിലേക്ക് പുറപ്പെട്ട അബൂ സുഫിയാനിൻ്റെ ലക്ഷ്യം സാമ്പത്തിക മേഖലയെ മെച്ചപ്പെടുത്തുക എന്ന് മാത്രമല്ല, ആ സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ട് മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യുക, ഇസ്ലാമിനെ ഇല്ലാതാക്കുക എന്നൊരു ചിന്ത കൂടിയും അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തടയണമെന്ന് തീരുമാനിച്ചു. പക്ഷെ സാധിച്ചില്ല. അപ്പോഴേക്ക് മദീനയുടെ അതിർത്തി ആര് കടന്നിരുന്നു? അബൂ സുഫിയാൻ കടന്നിരുന്നു. തിരിച്ചു വരുമ്പോൾ തടയണം. അള്ളാഹുവിൻ്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വന്തമായി വാഹനമുള്ളവര് പുറപ്പെടുക. ഒരു കച്ചവട സംഘത്തെ തടയാന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. മേക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഒട്ടകങ്ങളെപ്പോലും തിരിച്ചു വിളിക്കേണ്ട എന്ന രൂപത്തിൽ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. ഒരു കച്ചവട സംഘത്തെ തടയുക, അതേ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ തബൂക്ക് യുദ്ധത്തിൽ നിന്നല്ലാതെ മറ്റൊരു യുദ്ധത്തിലും മാറി നിന്നിട്ടില്ല. എന്നാൽ ഞാൻ ബദറിൽ പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ പേരിൽ എനിക്കൊരു ആക്ഷേപം ഉണ്ടായിട്ടില്ല. ഇത് മൊത്തം സഹാബത്തിനോട് പങ്കെടുക്കാൻ പറഞ്ഞിട്ടില്ല അള്ളാഹിൻ്റെ റസൂല്. ആരൊക്കെയാണ് പോകുന്നത് പ്രിയപ്പെട്ടവരെ? ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. റമദാനിൻ്റെ 2ാമത്തെ ശനി പ്രവാചകനും കുറച്ച് സഹാബത്തും മദീനയിൽ നിന്ന് പുറപ്പെടുക. മദീനയുടെ ഉത്തരവാദിത്തം അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹുവിനാണ് ഏൽപ്പിക്കുന്നത്. മദീന പള്ളിയിലെ ഇമാമത്തിൻ്റെ ചുമതല കണ്ണ് കാണാത്ത സഹാബിയായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ച് 310 എന്നും 19 എന്നും 17 എന്നും 14 എന്നും 13 എന്നും ചരിത്രത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രേഖകളിൽ വ്യത്യസ്ത എണ്ണം നമുക്ക് കാണാൻ കഴിയും. ആ ബദരീങ്ങളുടെ എണ്ണം, ബദറിലേക്ക് പുറപ്പെട്ട സഹാബത്തിൻ്റെ എണ്ണം, അതിലെ 86 മുഹാജിരിങ്ങളാണുള്ളത്. 86 മുഹാജിരിങ്ങളാ. പിന്നീടോ അൻസാറുകളിൽ 61 ആളുകൾ ഗൗസ് ഗോത്രക്കാരും 170 ആളുകൾ ഖസ്റജ് ഗോത്രക്കാരുമായിരുന്നു. 2 ഗോത്രങ്ങളായിരുന്നു അൻസാരികളിൽ. ഇവരെ കൂട്ടി അള്ളാഹുവിൻ്റെ റസൂല് പുറപ്പെട്ടു. ആകെയുള്ളത് 100 അങ്കികൾ മാത്രം, 70 ഒട്ടകങ്ങൾ മാത്രം. ആ 70 ഒട്ടകങ്ങൾ എന്നുള്ളത് 3 പേർക്ക് ഒരു ഒട്ടകം എന്ന രൂപത്തിലാണ് ഉണ്ടായത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു തആല അൻഹുവും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവും ഒരു ഒട്ടകത്തിൻ്റെ മേൽ. മർസദ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയേണ്ട, റസൂലേ, നിങ്ങൾ മരുഭൂമിയിലൂടെ നടക്കേണ്ടതില്ല. താങ്കളുടെ കാൽപാദങ്ങളിലേക്ക് ചൂട് തട്ടുന്നത് അലിക്കും മർസദിനും സഹിക്കില്ല. റസൂലേ, നിങ്ങളെ വാഹനത്തിൻ്റെ മുകളിൽ കയറിയിരുന്നാൽ മതി, ഞങ്ങൾ നടക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് മദീനയിൽ നിന്ന് ബദറിലേക്ക് 150 കിലോമീറ്ററാണ്. 150 കിലോമീറ്ററാണ് ഇന്ന് മദീനയിൽ നിന്ന് ബദറിലേക്ക്. ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. ആ 1400 ചില്ലാന വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിലൂടെ കാടുകളും മലകളും കല്ലുകളും താണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യാത്ര ചെയ്ത ആ യാത്ര, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രം പ്രതിഫലം കിട്ടിയാൽ പോരല്ലോ, എനിക്കും കിട്ടണം. ബദറിൻ്റെ പാടങ്ങളിൽ ഞാനൊരു നേതാവാണെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂല് മാറി നിന്നിട്ടില്ല. എന്തിനും ഏതിനും സഹാബത്തിൻ്റെ പിന്നാലെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി കൂടെ കട്ടക്കുണ്ടായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ടവരെ, നോക്കിയ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലും ആ രൂപത്തിൽ നടക്കുക. അബൂ സുഫിയാൻ അറിയുന്നുണ്ട് മുഹമ്മദും കൂട്ടരും നമ്മുടെ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ലംലമിനു അംബ്രി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ മക്കയിലേക്ക് പറഞ്ഞയക്കുക. അങ്ങനെ ലംലമ് മക്കയിലെ ഖുറൈശികളുടെ ഇടയിലേക്ക് പോകുന്നത് ചരിത്രത്തിൽ കാണാം. വസല ലംലമു ബിൻ അംബ്ർ അൽ ഗിഫാരി ഇലാ മക്ക വഖദ ഹവ്വല റഹ്ലഹു വജദ അൻഫ ബഈരിഹി വശഖ ഖമീസഹു. അദ്ദേഹത്തിന്റെ വസ്ത്രം പിച്ചിച്ചീന്തിക്കൊണ്ട്, തൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്ക് ചെത്തിക്കൊണ്ട്, തൻ്റെ ഒട്ടകത്തിൻ്റെ മുകളിലുള്ള കച്ചവട വസ്തുക്കളും മറ്റുമൊക്കെ മറിച്ചിട്ടുകൊണ്ട് ഒരു ഭീകരാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഖുറൈശികളുടെ ഇടയിലേക്ക് ലംലം കയറി ചെല്ലുക. അല്ലത്തീമ, സഹായം വേണമെന്നായിരുന്നു ലംലമിൻ്റെ ആഹ്വാനം. അംവാലുക്കും മഅ അബീ സുഫിയാൻ, നിങ്ങളുടെ സമ്പത്ത് അബൂ സുഫിയാനിൻ്റെ ഒപ്പമാ ഉള്ളത്. മുഹമ്മദിൻ്റെ കൂട്ടരും ബദറിലേക്ക് പുറപ്പെട്ടു അബൂ സുഫിയാനിൻ്റെ കച്ചവട സംഘത്തെ പിടിക്കുന്നതിന് വേണ്ടി. ലാ അറാൻ തുദിരിക്കുഹ അൽ ഗൗസ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, മക്കയിലെ ഓരോ ഖുറൈശികളെയും വിളിച്ചുണർത്തിക്കൊണ്ട് ആ ബദറിൻ്റെ മണ്ണിലേക്ക് പുറപ്പെടാനുള്ള ആഹ്വാനം ലംലമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഈ ഉമ്മത്തിലെ ഫിറഔൻ എന്നറിയപ്പെട്ട അബൂ ജഹല് പ്രഖ്യാപനം ഇറക്കി. എന്തായിരുന്നു പ്രഖ്യാപനം?
മക്കയിൽ ഒരാൾ പോലും ഉണ്ടാവരുത്, മക്കയിൽ ഒരാൾ പോലും ഉണ്ടാവരുത്. മുഹമ്മദും കൂട്ടരും അബൂ സുഫിയാനിന്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണെങ്കിൽ മുഹമ്മദിനെയും കൂട്ടരെയും ഇല്ലാതാക്കും. മക്കയിൽ ഒരാൾ പോലും ഇല്ലാതെ പുറപ്പെടാനായിരുന്നു അബൂജഹലിന്റെ ആഹ്വാനം. അങ്ങനെ ഇനി ആർക്കെങ്കിലും വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ പകരാളാക്കണം. എന്നിട്ട് എത്ര ആളുകളാ പ്രിയപ്പെട്ടവരെ പുറപ്പെട്ടത്? 1300ഓളം ആളുകൾ പുറപ്പെട്ടു. 100ഓളം കുതിരകൾ ഉണ്ടായിരുന്നു, 700ഓളം അങ്കികൾ ഉണ്ടായിരുന്നു, അനേകം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. പ്രോത്സാഹനം നൽകാനും ആ രൂപത്തിന് സഹായ സഹകരണങ്ങൾക്കും വേണ്ടിയിട്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു ജനസന്നാഹമായിട്ട് ആ ബദറിലേക്ക് പുറപ്പെടുക. അബൂ സുഫിയാനെ ആ കച്ചവട വസ്തുക്കളുമായിട്ട് ഇങ്ങനെ വരവിൽ മുജിദി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണാനിടയാവുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, വല്ല അപായ സൂചനകളുമുണ്ടോ? മുഹമ്മദും കൂട്ടരും നമ്മുടെ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ള ഒരു കിംവദന്തിയുണ്ട്, അത് ശരിയാണോ? അപ്പൊ മുജിദി പറഞ്ഞു, ഇല്ല, യാതൊരുവിധ അപായ സൂചനയും ഞാനിവിടെ നിൽക്കുന്ന സമയം വരെ കണ്ടിട്ടില്ല. എന്നാൽ കുറച്ച് മുമ്പ് 2 ആളുകൾ വന്നിരുന്നു. ആ 2 ആളുകൾ ഇവിടെയുള്ള കിണറിൽ നിന്ന് വെള്ളം കുടിച്ച് എന്നിട്ടാണ് അവർ തിരിച്ചു പോയത്. അബൂ സുഫിയാൻ തൻ്റെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ആ കുതിരകൾ കാഷ്ടിച്ച കാഷ്ടം, ആ ചാണകം ഇങ്ങനെ കയ്യിലെടുക്കുക. ആ ചാണകം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അതിൽ ഈത്തപ്പഴത്തിൻ്റെ കുരുവുണ്ട്. അബൂ സുഫിയാൻ കുതന്ത്രശാലിയാണ്, തന്ത്രശാലിയാണ്, അഗാധ ജ്ഞാനമുള്ളവനാ. ഇത് മദീന ഈത്തപ്പഴാണ്. മദീന ഈത്തപ്പഴത്തിൻ്റെ കുരുവാണിത്. മുഹമ്മദിൻ്റെ കൂട്ടരാണ് ഇവിടെ വന്നുപോയത് എന്ന് പറഞ്ഞ് യഥാർത്ഥ വഴിയിലൂടെയല്ലാതെ മക്കയിലേക്ക് തീരദേശ പ്രദേശത്തിലൂടെ അബൂ സുഫിയാന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ അബൂ സുഫിയാൻ പോയ കാര്യം അബൂജഹലിനെ അറിയിക്കുന്നുണ്ട്, നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇനി പുറപ്പെടണ്ട. പക്ഷെ അബൂ സുഫിയാൻ സമ്മതിച്ചില്ല. ബദറിൽ പോകും, തിന്നുകയും കുടിക്കുകയും രമിക്കുകയും രസിക്കുകയും ആർത്തട്ടഹസിക്കുകയും ചെയ്യും. എന്നിട്ടേ അബൂജഹൽ തിരിച്ചു മടങ്ങൂ എന്ന ഗർവിൻ്റെ അഹങ്കാരത്തിൻ്റെ വാക്ക് പറഞ്ഞിട്ട് അബൂജഹൽ പ്രിയപ്പെട്ടവരെ ആ ബദറിലേക്ക് പുറപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരുപാട് നീണ്ട ചരിത്രമുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുണ്ടല്ലോ അവിടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എത്ര ആൾക്കാരാണുള്ളത്? ക്ലാവ് പിടിച്ച കടാരയും മൂർച്ചയില്ലാത്ത വാളും ഒട്ടി ഉണങ്ങാറായ ഒട്ടകങ്ങളും കുതിരകളും ഒട്ടിയ വയറുമായിട്ടുള്ള സ്വഹാബത്തുമാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ഉള്ളത്. വേറെ ആരുമില്ല. റസൂൽ എന്ന് ചോദിച്ചു, സഹാബ, നമുക്ക് തിരിച്ചു പോകണോ അതോ ഇവിടെ നിൽക്കണോ? ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുഖത്തേക്ക് റസൂലുള്ളാഹിൻ്റെ നോട്ടം. ദീർഘമേറിയ ഹദീസാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിച്ചു പ്രവാചകരെ. പിന്നീട് മുഹാജിരീങ്ങളുടെ നേതാവായിട്ടുള്ള മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നൊരു വാചകമുണ്ട്, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു വാക്കുകൊണ്ടെങ്കിലും ദീനിനെ സ്നേഹിക്കാൻ, ദീനിനെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒട്ടിയ വയറുമായി ഒന്നുമില്ലാതെ ഒരുപാട് എണ്ണം മുന്നിൽ കണ്ടിട്ടും മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നൊരു വാക്കുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നാ ലാ നഖൂലു ലക കമാ ഖാലത് ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേലുകാരെ മൂസയോട് പറഞ്ഞതുപോലെ, മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയില്ല പ്രവാചകരെ. എന്തായിരുന്നു മൂസാ നബി അലൈഹിസ്സലാമയോട് പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹൗനാ ഖാഇദൂൻ. നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ. ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ മൂസാ നബിയോട് ഫിറഔനിന്റെ കൂട്ടര് ബനൂ ഇസ്രായേലുകാര് പറഞ്ഞ വാക്കാണ്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നീയും നിന്റെ റബ്ബും പോയി മാത്രം യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതാണ്, ഞങ്ങൾ അതിനൊന്നും കിട്ടില്ല മൂസ എന്നവർ പറഞ്ഞതുപോലെ നബിയേ ഞങ്ങൾ താങ്കളോട് പറയില്ല കേട്ടോ. പിന്നെ എന്താ ഞങ്ങൾ പറയാ? വലാകിൻ ഇദ്ഹബ് അൻത വറബ്ബുക, നബിയേ അല്ലാഹും താങ്കളും ആ യുദ്ധത്തിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങിക്കോ, റബ്ബിന്റെ സഹായം ആ യുദ്ധത്തിലുണ്ടായിക്കോട്ടെ. ഫഖഇന്നാ മഅകും മുഖാതിലൂൻ,
ഞങ്ങളുണ്ട് റസൂലേ താങ്കളോടൊപ്പം, റസൂലേ ഞങ്ങളുണ്ട് താങ്കളോടൊപ്പം. അള്ളാൻ്റെ റസൂലിന് വലിയൊരു ആശ്വാസമായി. മുഹാജിരിങ്ങളൊപ്പം ഉണ്ടല്ലോ, പിന്നെ അൻസാറുകളാ. അള്ളാൻ്റെ റസൂല് മദീനയിലേക്ക് പോയ സമയത്ത് അൻസാറുകളെ ഏറ്റെടുത്തൊരു ഉത്തരവാദിത്തമുണ്ട്, പ്രവാചകനെ സംരക്ഷിക്കും. ആ അൻസാറുകളുടെ ഒരു വാക്കും കൂടി കേൾക്കണമല്ലോ. അള്ളാൻ്റെ റസൂല് ജനങ്ങളുടെ അഭിപ്രായം കൂടി അറിയട്ടെ എന്ന് വിചാരിക്കുന്ന ആരിനെ കുറിച്ചാ? അൻസാറുകളിൽ നിന്ന് കിട്ടാൻ. അങ്ങനെ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അള്ളാൻ്റെ റസൂലേ, ഇയാനു തുരീദ്, താങ്കൾ ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? ലൗ അമർതന അൻ നഖൂദൽ ബഹ്റ ലഖുദ്നാഉ, റസൂലേ നിങ്ങളൊരു സമുദ്രത്തിൻ്റെ ആഴിയിലേക്ക് ഇറങ്ങിയാലും റസൂലേ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും കേട്ടോ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും. റസൂലേ നിങ്ങൾ ബർക്കുൽ ഗുമാദിലേക്ക് പോകണമെന്ന് പറഞ്ഞാലും റസൂലേ അതിവിദൂരതയുള്ള സ്ഥലമാണ്, അവിടേക്ക് ഞങ്ങളുണ്ട് പ്രവാചകരെ. ഒരിക്കലും താങ്കളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഞങ്ങൾ കാണിക്കില്ല. എന്നിട്ട് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കെന്താ? റസൂലേ ഈ ബദർ കൊടുമ്പിനി കൊള്ളുന്ന സമയത്ത് നിങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങരുത്, നിങ്ങൾ ബദറിലേക്ക് ഇറങ്ങരുത്. താങ്കൾക്കൊരു ടെന്റ് ഞങ്ങൾ നിർമ്മിച്ചു തരാം, അവിടെ ഇരിക്കണം താങ്കൾ. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ദിക്റുകളിലായി ദുആകളിലായി റസൂലേ ഇങ്ങളാ ബദറിന്റെ രണാങ്കളത്തിലെ ആ ഒരു ടെന്റിലിരിക്കണം, ആ ഒരു സ്ഥലത്തിരിക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, യുദ്ധം തുടങ്ങുന്നുണ്ടല്ലോ. ഈ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ എത്ര വലിയ ആശ്വാസമുള്ള വാക്കായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഒരാഗ്രഹം പറഞ്ഞപ്പോൾ താങ്ങാവാനും തണലാവാനും അള്ളാന്റെ റസൂലിനോടൊപ്പം നിന്ന ആ സ്വഹാബത്ത്, ആ പ്രവാചകനല്ലേ പ്രിയപ്പെട്ടവരെ നമ്മോടൊപ്പം ഇല്ലാത്തത്? വദീനുഹു ബാഖിൻ, അള്ളാന്റെ റസൂല് ബാക്കി വെച്ച മതമുണ്ട്, ദീനുണ്ട്, അധ്യാപനങ്ങളുണ്ട്, ആദർശമുണ്ട്, വാമൊഴികളുണ്ട്, വരമൊഴികളുണ്ട്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് പൂർണ്ണാവസ്ഥയിൽ സാധിച്ചിട്ടുണ്ടോ? പ്രവാചകന്റെ വാക്കുകളെ ശിരസാ വഹിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഒരു സ്വഹാബിവര്യൻ്റെ കയ്യിൽ സ്വർണ്ണമോതിരം കണ്ട സമയത്ത്, സ്വർണ്ണമോതിരം പുരുഷന്മാർക്ക് ധരിക്കൽ ഹറാമാണെന്ന ആ വിധി ഇറങ്ങിയത് അറിയാത്ത സ്വഹാബി അറിഞ്ഞിട്ടും ചെയ്തതല്ല. റസൂലുള്ളാഹി ഗൗരവം ബോധ്യപ്പെടുത്തിയപ്പോൾ അതെടുത്ത് വലിച്ചെറിഞ്ഞ സമയത്ത് സ്വഹാബത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല മറ്റു ഉപകാരങ്ങൾക്ക് ഉപയോഗിച്ചൂടെ? വല്ലാഹി ലാ അഖുദുഹു അബദ, ഞാനിനി അതെടുക്കൂല. വഖദ് തറഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ റസൂല് വലിച്ചെറിഞ്ഞതാ, അത് എൻ്റെ പ്രവാചകൻ വലിച്ചെറിഞ്ഞതാ, ഇനി ഞാൻ അതെടുക്കൂല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ സംസാരത്തിലും സംസ്കാരത്തിലും വസ്ത്രത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും ഇടപെടലുകളിലും ക്രയവിക്രയങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മാതൃകയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സ്വന്തം ശരീരം വിരിപ്പുമാറാക്കിയിട്ട് പ്രവാചകനെ സംരക്ഷിച്ച സ്വഹാബത്ത് പോയ സ്വർഗത്തേക്ക് തന്നെയാണ് കുങ്ങൾക്കും പോകാനുള്ളത്. നമുക്കൊക്കെ ആ സ്വർഗത്തേക്ക് തന്നെയാണ് പോകാനുള്ളത്. നമുക്ക് ആ റസൂല് ബാക്കി വെച്ച ദീനിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടാവണം പ്രവാചകനെ. പ്രിയപ്പെട്ടവരെ, ആ റസൂലിനെ നാം സ്നേഹിക്കേണ്ടതും താങ്ങാവേണ്ടതും തണലാവേണ്ടതും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അയകൂന ലഹുമുൽ ഖീറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا مبينا. അല്ലാഹും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീകളാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്ര അഭിപ്രായം പാടുള്ളതല്ല. എൻ്റെ റസൂൽ എന്താണോ പറഞ്ഞത്, എൻ്റെ അള്ളാഹ് എന്താണോ പറഞ്ഞത്, അതാണ് എൻ്റെ ദീന്, അതാണ് എൻ്റെ ജീവിതം എന്ന തീരുമാനം വിശ്വാസികളെ നമുക്കുണ്ടാകണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നതാ. എന്നാ പിന്നെ ആരെപ്പോലെ ആകരുതെന്നും അള്ളാഹ് പറയുന്നുണ്ട്. ഈ ബദർ നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? വലാ തകൂനു, നിങ്ങളാകാൻ പാടില്ല കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആ അന്നാസ്, ജനങ്ങളെ കാണിപ്പിക്കാൻ വേണ്ടി അഹങ്കാരത്തോടുകൂടി വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ ദീനിൽ നിന്ന് ജനങ്ങളെ തടയുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, അവരെ പോലെ നിങ്ങളാകാൻ പാടില്ല. ആരാ? അബൂജഹലും കൂട്ടരുമായിരുന്നു. അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ഇനി പോണ്ട. അഹങ്കാരം, ഗർവ്, ഈ രണ്ടും ഒപ്പമുണ്ടാകിട്ട് അബൂജഹൽ ഇറങ്ങിത്തിരിക്കുകയാണ്. എന്താ പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ടായത്?
എന്താണ് പ്രിയപ്പെട്ടവരെ ആ ബദർ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ ആ ബദറിന്റെ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, റസൂൽ നിങ്ങൾ ആ ടെന്റിൽ ഇരുന്നാൽ മതി. അള്ളാഹുവിൻ്റെ റസൂലേ ലമ്മാ കാന യൗമു ബദരിൻ നളറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇലാ അസ്ഹാബിഹി, തൻ്റെ സ്വഹാബത്തിലേക്ക് റസൂൽ നോക്കുക. വഹും 300, അവർ 300ഓളം ആൾക്കാരാണുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലെ മുശ്രിക്കീങ്ങളിൽ വന്നറയിലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിലേക്ക് നോക്കുക. ഫഇദാഉം അൽഫും വസിയാദ, അവർ 1000 അതിനപ്പുറവുമുണ്ട്. ഫസ്തഖ്ബല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിബ്ല, അല്ലാഹുവിൻ്റെ റസൂൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു. ثم مد يديه وعليه رداؤه وإزاره, അല്ലാഹുവിൻ്റെ റസൂലെ ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി എന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഐനമാ വഅദ്തനി, അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാമി ഫലാ തുഅബദു ഫിൽ അർളി അബദ. അല്ലാഹുവേ, നിന്റെ വാഗ്ദാനം എവിടെ റബ്ബേ? ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നശിപ്പിക്കുകയാണെങ്കിൽ നിന്നെ ആരാധിക്കാനുള്ള ആളുകൾ ഉണ്ടാവില്ല അല്ലാ എന്ന് പറഞ്ഞ് സുബഹിയോളം അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയുടെ റിസൾട്ട് അല്ലേ ബദറിന്റെ ദിവസം നമ്മൾ കണ്ടത്? വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പിടി മണ്ണെറിഞ്ഞ സമയത്ത് ശത്രുക്കളുടെ മുഴുവൻ കണ്ണുകളിലും എത്തുന്നില്ലേ? ആരുടെ സഹായമായിരുന്നു? സഉൽകി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ. 1300ഓളമുള്ള 700ഓളം 1000-ലധികം ഒട്ടകങ്ങളും ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയുമുള്ള ആ മുശ്രിക്കീങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലാഹു റുഅബ്, ഭയം വിട്ടുകൊടുക്കുകയാണ്. എന്നാൽ വിശ്വാസികൾക്കോ അംഗബലം കുറവാണെങ്കിലും അല്ല കൊടുക്കുന്നൊരു ആശ്വാസമുണ്ട്. അല്ല പറഞ്ഞില്ലേ, ഇത് യുഗ്ശീകുമുൻ നുആസ, അവർക്കൊരു ചെറുമയക്കം കൊടുക്കുകയാണ്. വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ, മനസ്സിന് കുളിർമ നൽകുന്നൊരു ചാറ്റൽ മഴ അവർക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, വയുദ്ഹിബ അൻകും റിജ്സ ശൈത്വാൻ വലിയർബിത അലാ ഖുലൂബിക്കും വയുസബ്ബിത ബിഹിൽ അഖ്ദാം, അവരെ മനസ്സിലെ മുഴുവൻ ഭയത്തെയും റബ്ബ് നീക്കിക്കളയുകയാണ്. അങ്ങനെ എല്ലാ വിശ്വാസികൾക്കാണ് നീക്കിക്കൊടുത്തു. അല്ല ഒരു മഴയാണ് ഇറക്കി കൊടുത്തു. അവിശ്വാസികൾക്ക് വളരെ വലിയ പേടിയാണ് അവർക്ക് ഇട്ടുകൊടുത്തത്. അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ തുടരെ ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ സഹായിച്ചില്ലേ? എന്തിൻ്റെ പേരില്ല? ഇത്തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആ സന്ദർഭമുണ്ടല്ലോ, സഹായം തേടിയ സന്ദർഭമുണ്ടല്ലോ, അള്ളാഹു ഉത്തരം നൽകിയെന്ന. പ്രിയപ്പെട്ട വിശ്വാസികളെ, ബദർ നമുക്ക് സമ്മാനിക്കുന്നത് എത്ര വലിയ പ്രതിസന്ധിയും പ്രയാസവും എത്ര വലിയ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരാണോ അള്ളാഹുവിലേക്ക് ഉയർത്തിയ കരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല വെറും കയ്യാലെ പറഞ്ഞയക്കില്ല, മടക്കി അയക്കില്ല എന്നൊരു പാഠം ബദർ നമുക്ക് നൽകുന്നുണ്ട് എന്ന ആ ഒരു പാഠമാണ് നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രങ്ങളൊക്കെ ഒരുപാട് ഗുണപാഠങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ആ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ബദർ നടന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണെന്ന് നാം പറഞ്ഞു. എന്നാൽ ആ ബദറിൻ്റെ ദിനത്തിൽ നമ്മുടെ നാടുകളിൽ കാട്ടിക്കൂട്ടുന്ന ചെയ്തികൾക്ക് ഇസ്ലാമുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. മക്കയിലെ മുശ്രിക്കീങ്ങളും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരായിരുന്നു. എന്നാൽ റസൂലിൽ നിന്ന് വ്യത്യസ്തമായി മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവോടൊപ്പം ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും കൂടെ ചേർത്ത് പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ടാണ് ബദർ നടന്നത്, ഉഹദ് നടന്നത്, ഖന്തക്ക് നടന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. എത്രയെത്ര ഇസ്ലാമിന് വൈരുദ്ധ്യമായിട്ടുള്ള കവിതകളും പാട്ടുകളും ബെയ്ത്തുകളുമാണ് ചെല്ലുന്നത്.
യാ മൻ ബിഹി ഹല്ലർ റദാ വമൻ ബിഹമ്മിൻ നക്കിദാ ഖുൽ നാദിയൻ മുസ്തൻജിദാ യാ അഹ്ല ബദർ ശുഹദാ. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ ആ ബദറിന്റെ ദിനത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ആ വിശ്വാസത്തിന്റെ വിജയക്കൊടി പാറിയ ദിവസം ആ ബദരീങ്ങളോട് പ്രാർത്ഥിക്കാൻ ഒരിക്കലും അള്ളാന്റെ ദീന് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. നഷ്ടം സംഭവിച്ചനെ, ദുഃഖങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവനെ, ബദർ ശുഹദാക്കളെ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ തുണയേകണം യാ റബ്ബന. ഇത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. ഇത് ചൊല്ലുന്നതിലൂടെ ആ ബദർ എന്തിനാണോ നടന്നത്, ആ ബദറിന്റെ ചരിത്രങ്ങളെ വ്യഭിചരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അർത്ഥ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പാടില്ല. അതെത്ര രുചികരമാണെങ്കിലും ലഅനത്താണ്. അള്ളാഹു ശപിച്ചതാ അത്. അതിൻ്റെ ഒരു പിടിവറ്റ് നാം കഴിക്കുന്നതിലൂടെ ലഅനത്താണ് പ്രിയപ്പെട്ടവരെ. എന്തിനാ നമ്മുടെ മക്കളത് കഴിപ്പിക്കുന്നത്? എന്തിനാ നമ്മളത് കഴിക്കുന്നത്? ആ ഗൗരവത്തിൽ തന്നെ നാം ഒക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകം പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ദീനിനെ ഇങ്ങനെ കീറിമുറിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ ഇസ്ലാമിനെ മറ്റു രൂപത്തിലൊക്കെ ജനങ്ങൾക്കിടയിൽ ആ രൂപത്തിൽ പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ദീനുൽ ഇസ്ലാമിനെ, അതിൻ്റെ ഏറ്റവും മനോഹരമായ ആശയത്തെ, ഏറ്റവും സുന്ദരമായ ആശയത്തെ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ദൗത്യം പ്രിയപ്പെട്ടവരെ നമ്മിലൊക്കെ ഉണ്ടല്ലോ. അതിനെ കേരളക്കരയിൽ നിലനിൽക്കുന്ന ഏറ്റവും മഹത്തായ സ്ഥാപനമാണ് നമ്മുടെ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്നുള്ളത്, അല്ലേ? 10-15 വർഷമായിട്ട് കേരളത്തിലെ മലപ്പുറം മിനിയൂട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരുപാട് പണ്ഡിതന്മാരെ, പ്രബോധകരെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ മണ്ണിലേക്ക് പ്രിയപ്പെട്ടവരെ പുറത്തിറക്കാൻ ആ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംശയമില്ല. അവർ പറയുന്ന ഓരോ ഹദീസുകൾക്കും അവർ ജനങ്ങളെ നന്മയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലം ഇൻഷാ അല്ലാഹ് നമുക്കും കിട്ടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ആ സ്ഥാപനത്തിൻ്റെ ഒരു ദിവസത്തെ മൊത്തം ചെലവ് കണക്കാക്കുമ്പോൾ 1,40,000 രൂപയുണ്ട് പ്രിയപ്പെട്ടവർ. ഒരു ദിവസത്തെ ചെലവാണ് പറയുന്നത്. ഒരു വർഷം ആ സ്ഥാപനം ഒന്ന് നടന്നു പോകണമെങ്കിൽ നമുക്ക് കണക്കാക്കുന്നതിന് എത്രയോ അപ്പുറം കോടികൾ ചെലവാണ്. അതെവിടെ നിന്നാണ് നാം കളക്ട് ചെയ്യുന്നത്? നമ്മളെപ്പോലെയുള്ള ആളുകൾ കൊടുക്കുന്ന സമ്പത്ത് തന്നെയാണ്. ഇതൊരു ജാരിയായ സദഖയാണ്. നാം മരണപ്പെട്ടു പോയാലും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ ഒരു വിഹിതം എത്തും പ്രിയപ്പെട്ടവരെ, ഒരു സംശയവുമില്ല. ഒരു നേരത്തെ ഭക്ഷണം 15,000 രൂപയാണ്. ഒരു കുട്ടിയുടെ ഒരു മാസത്തെ ചെലവ് 6,000 രൂപയാണ് പ്രിയപ്പെട്ടവർ. അങ്ങനെ ആ ഒരു ജാമ്യയുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ളൊരു നോട്ടീസ് നിങ്ങൾക്ക് കിട്ടും. ഇതിലൊരു QR കോഡ് ഉണ്ട് പ്രിയപ്പെട്ടവർ. നമ്മുടെ അക്കൗണ്ട് ത്രൂവോ ഗൂഗിൾ പേ ത്രൂവോ അതല്ല, ഇന്ന് നമ്മുടെ പള്ളിയിലെ കളക്ഷൻ ആ ഒരു ജാമ്യക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ തുകയല്ല ആഗ്രഹിക്കുന്നത്. നമുക്ക് റബ്ബിൻ്റെ ആ സ്വർഗം കിട്ടാൻ ഏറ്റവും നമ്മെ കൊണ്ട് കഴിയാവുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നവരെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കൂല എന്നല്ലേ അള്ളാഹുവിൻ്റെ വചനം. അതുകൊണ്ട് നല്ലൊരു ശ്രദ്ധ, നമ്മളാണ് ആ സ്ഥാപനത്തെ ചേർത്തിപ്പിടിക്കേണ്ടത്, നമ്മളല്ലാതെ വേറെ ആരുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ. ഇനി നമ്മുടെ കയ്യിൽ ഇന്നൊരു തുകയില്ലേ, നമുക്ക് ഓഫർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു വർഷം എനിക്ക് നിശ്ചിത തുക ഓരോ മാസവും കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ നമുക്ക് രേഖപ്പെടുത്താം പ്രിയപ്പെട്ടവരെ. ഓരോ മാസവും നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ ഒരു സ്ഥാപനത്തിനുണ്ട്. ചേർത്തി പിടിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ഈദ് കിസ്വയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പ്രത്യേകം സൂചിപ്പിക്കാൻ പറഞ്ഞൊരു കാര്യം, അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഹദീസ് ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. എന്തായിരുന്നു ഹദീസ്? അഹബ്ബുന്നാസ് ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനെ എന്ന. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജല്ല സുറൂറൻ യുദ്ഖിലു അലാ മുസ്ലിം. ഒരു മുസ്ലിമിനെ സന്തോഷമുണ്ടാക്കുക, അവൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് റഹ്മാനായ റബ്ബിന് അവൻ്റെ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം കൊടുക്കുന്ന ഒരു 1300 രൂപ ഒരു കുട്ടിക്കുള്ള വസ്ത്രമല്ല, ഒരു കുട്ടിയുടെ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൻ്റെ സന്തോഷമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കരങ്ങളിലേക്ക് എത്തിയ ഈദ് കിസ്വ ബോക്സുകൾ, അതിൽ ആ ഒരു പണം എത്തിയിട്ടില്ല എങ്കിൽ ആ ഒരു നിശ്ചിത പണം ഇട്ടിട്ട് നമ്മൾ ഇവിടെയുള്ള നമ്മുടെ സംഘാടകരെ ഏൽപ്പിക്കണം. നമ്മളാൽ
കുറേ കുഞ്ഞു മുഖങ്ങളിൽ പുഞ്ചിരി വിടട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എല്ലാവിധ നന്മയുള്ള കാര്യങ്ങളും നമ്മുടെയൊക്കെ ഒരു ശ്രദ്ധയും മറ്റുമൊക്കെ ഉണ്ടാകണം. എല്ലാ ഞായറാഴ്ചകളിൽ നടക്കുന്ന നമ്മുടെ അടുത്ത പ്രദേശമായിട്ടുള്ള കിണാശ്ശേരിയിലെ പ്രോഗ്രാം, പ്രിയപ്പെട്ടവരെ, 10 മണിക്ക് നടക്കുന്ന പ്രോഗ്രാം, അത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആഴ്ചയിൽ ബഹുമാനീയനായിട്ടുള്ള ഷാഫി അൽ ഹിക്കമിയാണ് ക്ലാസ് എടുക്കുന്നത്. ആ ഒരു വിഷയവും കുടുംബസമേതം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നാം ഏറെ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ നമസ്കരിച്ച നമസ്കാരങ്ങളും നോറ്റ നോമ്പും കൊടുത്ത സദഖകളും സകാത്തുകളും എല്ലാം റബ്ബേ നീ സ്വീകരിക്കണേ. അള്ളാഹുവേ, ലോകത്തിൻ്റെ വ്യത്യസ്ത നാനാദിക്കുകളിൽ യുദ്ധത്തിൻ്റെ ഭീതിയിൽ പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾ, ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, അള്ളാഹുവേ പെട്ടെന്ന് സമാധാനം നൽകണേ അല്ലാ, പെട്ടെന്ന് പരിഹാരം നൽകണേ അല്ലാ. അസമാധാനത്തിൽ നിന്ന് സമാധാനമുള്ളൊരു അന്തരീക്ഷം റഹ്മാനായ റബ്ബേ പെട്ടെന്ന് തന്നെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ദീന് പഠിക്കാനും അത് പ്രവർത്തിക്കാനും അത് ഇഖ്ലാസോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീഖ് അതാ ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി വ യാ ഖാദിയൽ ഹജ്ജാത്ത്. അല്ലാഹുമ്മ അഅതിഖ്നാ മിനൻ നാർ. അല്ലാഹുമ്മ അദ്ഖിൽനാ അൽ ജന്നത യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ വ ഖിയാമനാ വ സദഖാതിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.